ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു വലിയ പ്രശ്നമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഈ സമരം എന്നുള്ളതാണ്. ശക്തമായ സമരമാണ്. നേഴ്സസ് ആകെ പണിമുടക്കിക്കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങിയ കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇന്നും സമരം അനിശ്ചിതകാലം സമരത്തിൻ്റെ ഭാഗമായി തുടരുകയാണ്. ഇന്നലെ കോഴിക്കോട് കളക്ടറേറ്റ് പടിക്കലിൽ വലിയ സമരമായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക്, കാരണം ബേബി മെമ്മോറിയൽ ഇന്നലെ ഒരു പിരിച്ചുവിടലുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് തിരിച്ചെടുത്തു. മാത്രവുമല്ല ബേബി മെമ്മോറിയൽ മാനേജ്മെൻറ്റും യൂണിയൻ നേതാക്കളും തമ്മിൽ കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ വരെ പുറത്തു വന്നതാണ്. മിനിമം വേതനം 40,000 ആക്കുക എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഈ സമരം. ഈ സമരക്കാരെല്ലാം തന്നെ ഒരേ സ്വരത്തിൽ പറയുന്നത് ഈ മാനേജ്മെൻറ്റിൻ്റെ ധാർഷ്ട്യത്തെ ഇനി അനുവദിച്ചു കൊടുക്കാനാകില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഈ സമരത്തിന് രാഷ്ട്രീയ മാനവും രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്നലെ കോഴിക്കോടെത്തി മാധ്യമങ്ങളെ കണ്ടപ്പോൾ സമരം അടിയന്തരമായി സർക്കാർ ഇടപെട്ട് തീർക്കണം എന്നുള്ളതാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു സർക്കുലർ ഇറക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ സാധിക്കുകയുമില്ല. കാരണം ഇതിൽ തീരുമാനിക്കേണ്ടത് മാനേജ്മെൻറ്റും ഈ യൂണിയനുമാണ്. അവർ തമ്മിലുള്ള ചർച്ചകൾ നടന്ന ഏതാനും ചില ആശുപത്രിയിൽ മാത്രമാണ് സമരം ബാധിക്കാത്തത്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം SKN മലബാറിൽ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്നവർ വളരെ കൂടുതലാണ്. അത്തരത്തിലുള്ള ആശുപത്രികളിലെ ICU പ്രവർത്തനം വരെ, അതായത് ചില ആശുപത്രിയിൽ നിന്നും രോഗികളെ കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി പ്രധാന ആശുപത്രിയിലേക്കുള്ള ഷിഫ്റ്റിങ്ങിന് വേണ്ടി ശ്രമിക്കുമ്പോൾ എടുക്കുന്നില്ല എന്നുള്ളതാണ്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഇന്നലെ അത്തരത്തിൽ രോഗികളെ പ്രവേശിപ്പിക്കുന്നില്ല എന്ന തീരുമാനമെടുത്തു എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിച്ചിരുന്നു. ഏതായാലും ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. സമരം ശക്തമായി തുടരുമെന്നുള്ളതാണ് നേഴ്സസ് സംഘടന അറിയിച്ചിരിക്കുന്നത്. SKN.